നമസ്കാരം, ഏവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു ഫീച്ചേർഡ് ന്യൂസുമായിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. എന്നാൽ ഡെവലപ്മെൻറ്റ് ആസ്പെക്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെവലപ്മെൻറ്റ് ആസ്പെക്റ്റും ഇതിലുണ്ട്. വീഡിയോ എന്താണെന്ന് നമുക്ക് നോക്കാം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് തിരുവനന്തപുരത്ത് നാവികസേനാ കേന്ദ്രം വരുന്നു എന്നതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും കുറച്ച് പേരെങ്കിലും ഒന്ന് ആശ്ചര്യപ്പെടും, തിരുവനന്തപുരത്ത് നാവികസേന ആസ്ഥാനമോ? പക്ഷേ നിങ്ങൾക്ക് ഇതിന് മുൻപ് നമ്മൾ ആ വീഡിയോ സജീവമായി കാണുന്നവരാണെങ്കിൽ നമ്മൾ ഇതിനു മുമ്പും ഈ വീഡിയോ ചെയ്തിട്ടുണ്ട്. തിരുവനന്തപുരത്ത് നാവികസേനാ കേന്ദ്രം വരാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു അത്. ഇതിനെല്ലാം കാരണമെന്ന് പറയുന്നത് നമ്മുടെ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം തന്നെയാണ്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം വരുന്നത് കൂടിയിട്ടുള്ള മാറ്റത്തിൻ്റെ ആ മാറ്റൊലികളാണ് നമ്മളിപ്പോൾ കാണുന്നത്. ചെറിയ ചെറിയ മാറ്റങ്ങൾ നമ്മൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് തിരുവനന്തപുരത്ത് ഇല്ലാത്ത പല കാര്യങ്ങളും ഇപ്പോൾ തിരുവനന്തപുരത്തേക്ക് വരുന്നുണ്ട്. തിരുവനന്തപുരം എന്ന് പറയുന്നത് ഒരു വൻ നഗരമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പോർട്ട് ലോഞ്ച് ചെയ്തില്ല, അതിനു മുമ്പേ നമുക്ക് മാറ്റങ്ങൾ പ്രകടമായി കാണാവുന്നതാണ്. നമ്മുടെ റോഡുകൾ വികസിക്കുന്നുണ്ട്, നമ്മുടെ നാട്ടിൽ പല പല കമ്പനീസ് വരുന്നുണ്ട്, പലരും നമ്മുടെ നാട്ടിലേക്ക് ഉറ്റു നോക്കുന്നുണ്ട്. അപ്പോൾ ഇത് തന്നെ വലിയൊരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾ ആലോചിച്ചു, ഒരു പോർട്ട് വന്ന് അത് നല്ല രീതിയിൽ ഫങ്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ അതൊരു നാടിനെ ആകെ മാറ്റിമറിക്കും. ഇന്ന് നമ്മുടെ നാട്ടിലെ പ്രധാന പ്രശ്നം എന്നൊക്കെ പറയുന്നത് നമ്മുടെ ബ്രെയിൻ ഡ്രെയിനൊക്കെ അല്ലേ. ചിലപ്പോൾ നമ്മുടെ നാട് കുറച്ചുകൂടെ ബെറ്റർ ആകുമ്പോൾ ആൾക്കാർ ഇവിടെ തന്നെ നിൽക്കാൻ ആഗ്രഹിക്കും. എപ്പോഴും നമ്മുടെ നാടും നാട്ടുകാരും അതുപോലെ തന്നെ മുഴുവൻ ഡെവലപ്മെൻറ്റും അവർക്ക് വേണ്ട സൗകര്യങ്ങളെല്ലാം നമ്മുടെ നാട്ടിൽ ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്തിനു നമ്മൾ പുറത്ത് പോകണം അല്ലേ? നമുക്ക് വിഷയത്തിലേക്ക് തിരിച്ചു വരാം. നാവികസേനാ കേന്ദ്രം എന്ന് പറയുമ്പോൾ ഇപ്പോൾ നിങ്ങൾ ആലോചിക്കും, കൊച്ചിയിലുണ്ടല്ലോ, തിരുവനന്തപുരത്ത് എന്തിനാണ്? വരട്ടെ, ഒരു നിമിഷത്തിലേക്ക് നമുക്ക് ഒന്ന് കടന്നു ചിന്തിക്കാം. തിരുവനന്തപുരത്ത് ഒരു പോർട്ട് വരികയാണ്. അതിന് പുറമെ തിരുവനന്തപുരത്ത് പല പ്രധാനപ്പെട്ട കേരള ഗവൺമെൻറ് ഇൻസ്റ്റലേഷൻസും ഉണ്ട്. അപ്പോൾ ഇതിനെല്ലാം സെക്യൂരിറ്റിക്കായിട്ട് ആൾറെഡി തന്നെ ഇവിടെ BSF, CISF, CRPF പോലുള്ള പല പാരാമിലിറ്ററി ഫോഴ്സസും ഇവിടെയുണ്ട്. ആർമി കണ്ടോൺമെൻറ്റ് ഇവിടെയുണ്ട്. അങ്ങനെ പലതും നമ്മുടെ തിരുവനന്തപുരത്തുണ്ട്. അപ്പോൾ ഒരു പോർട്ട് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആ പോർട്ടിന് അനുയോജ്യമായിട്ട് അല്ലെങ്കിൽ അനുബന്ധമായിട്ട് മറ്റു പല കാര്യങ്ങളും വരും. അതുകൊണ്ട് തന്നെയാണ് തിരുവനന്തപുരത്ത് നമ്മുടെ കൊച്ചിൻ നാവികസേനയുടെ കീഴിലുള്ള ഒരു ഉപകേന്ദ്രമാണ് വരുന്നത്. ഏകദേശം 4.1 കിലോമീറ്റർ സ്ഥലം, അതായത് നമ്മുടെ തിരുവനന്തപുരം എയർപോർട്ടിന് അടുത്തായിട്ടുള്ള പൊന്നറ പാലത്ത് നിന്ന് തുടങ്ങി നമ്മുടെ സെൻറ്റ് സേവിയേഴ്സ് ലൈൻ വരെ നീണ്ടു കിടക്കുന്ന ഭൂമിയാണ് ഏറ്റെടുത്തിരിക്കുന്നത്. ഏകദേശം 16 കോടിയോളം രൂപയാണ് ഇതിനായിട്ട് ചിലവഴിച്ചിരിക്കുന്നത്. ഏകദേശം 35 കോടി രൂപ മുടക്കിയായിരിക്കും ഇവിടെ ഉണ്ടാവുന്ന ഇൻസ്റ്റലേഷൻസ്, അതായത് അവിടുത്തെ ബിൽഡിങ്, മറ്റ് അനുബന്ധ സൗകര്യങ്ങളെല്ലാം നിർമ്മിക്കുന്നത്. മിലിറ്ററി എഞ്ചിനീയറിംഗ് ആയിരിക്കും ഈ ഒരു പദ്ധതി നടപ്പാക്കുന്നത്. വളരെയധികം സ്ട്രാറ്റജിക്കായിട്ട് പ്ലേസ് ചെയ്തിട്ടുള്ള സ്ഥലമാണ് തിരുവനന്തപുരം എന്നുള്ളത് പലർക്കും അറിയാവുന്നതാണ്. ഓൾറെഡി തന്നെ ഇവിടെ എയർഫോഴ്സ് ബേസ് ഉണ്ട്. അതിനൊപ്പമാണ് ഇപ്പോൾ നമ്മുടെ ഈ പറയുന്ന ഒരു നാവിക ഉപകേന്ദ്രം വരുന്നത്. ഒരു സ്റ്റേഷൻ കമാൻഡറുടെ കീഴിലായിരിക്കും ഇത് പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ തന്നെ നമുക്കെടുത്ത് പറയേണ്ടത് നമ്മുടെ നാവികസേന കപ്പലിട്ടായ INS സട്ലജ് വിഴിഞ്ഞം മേഖലയിൽ നങ്കൂരം വിട്ട് കഴിഞ്ഞു. അപ്പോൾ ഇതിനെല്ലാം നമ്മൾ താങ്ക്സ് പറയേണ്ടത് വിഴിഞ്ഞം പദ്ധതിയാണ്. വളരെ കാലത്തെ പ്രയത്നം കൊണ്ട് നേടിയെടുത്ത നമ്മുടെ എല്ലാവരുടെയും സ്വകാര്യ അഹങ്കാരമായ തിരുവനന്തപുരം അന്താരാഷ്ട്ര പോർട്ട് അല്ലെങ്കിൽ വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീപോർട്ട് തിരുവനന്തപുരം. അപ്പോൾ ഇനിയും മാറ്റങ്ങളുടെ കാലമായിരിക്കും നമ്മുടെ കേരളത്തിലും തിരുവനന്തപുരത്തും ഇനി കാണാനായി പോകുന്നത്. ഒരു പാരഡം ഷിഫ്റ്റ്, ഒരു ഫുൾ ഷിഫ്റ്റ് തിരുവനന്തപുരത്തേക്ക്, ലോകം തിരുവനന്തപുരത്തേക്ക് നോക്കുന്ന ആ ഒരു ആൾ ഐസ് ആർ ഓൺ, നമ്മൾ പലതും പറയാറില്ല, ആൾ ഐസ് ആർ ഓൺ ട്രിവാൻഡ്രമായിരിക്കും ഇനി വരും കാലങ്ങളിൽ. ഇനി ട്രിവാൻഡ്രത്തിൻ്റെ കാലമാണ്, അല്ലെങ്കിൽ തിരുവനന്തപുരത്തിൻ്റെ കാലമാണ്. നമ്മൾ തിരുവനന്തപുരത്തിൻ്റെ നഷ്ടപ്രതാപം വീണ്ടെടുക്കാൻ പോവുകയാണ്. വിഴിഞ്ഞം പദ്ധതിയിലൂടെയാണ് നമ്മൾ നടപ്പിലാക്കാനായിട്ട് പോകുന്നത്. അത് കഴിഞ്ഞിട്ട് മറ്റു പല പദ്ധതികളുമുണ്ട്. നമ്മുടെ പൂവാറിലെ ഷിപ്പ് യാർഡ്, അതെല്ലാം അങ്ങനെ കിടക്കുവാണ്. അതേപോലെ തന്നെ OAGC, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മളെ നാടിനെ മാറ്റിമറിക്കട്ടെ. നമ്മുടെ നാടിൻ്റെ ഓരോ വികസനവും, ഓരോ തുടിപ്പും, ഓരോ കുതിപ്പും നമുക്ക് വളരെയധികം ഊർജ്ജം പകരുന്നതാണ്. എല്ലാവർക്കും വളരെ നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഞാൻ ഷിബു സാലിഹ, എന്നോടൊപ്പം പ്രേരണ രാജ് നിർത്തുന്നു. നന്ദി, നമസ്കാരം. കീപ് വാച്ചിങ് ക്രിസ് കേരള.